സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരത്തിൽ പുതിയ പോർമുഖം തുറന്ന ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി നിരാഹാര സമര പന്തലിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF MLA-മാർ മാർച്ച് നടത്തുന്നതും നമ്മൾ കണ്ടു. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, കൂടെ ഉണ്ടാകും. ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പോഴും വിനയപൂർവ്വം ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീകാന്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇത്രയും ദിവസമായിട്ടും ഇതിനൊരു പരിഹാരമാകുന്നില്ല. അഥവാ പരിഹാരത്തിനായി എന്തെങ്കിലും ഒരു നടപടികൾ ഉണ്ടാകുമ്പോഴും അതൊക്കെ പ്രഹസനമായി മാറുന്നു. ഇവരെ പരിഹസിക്കുന്നു, മാറ്റി നിർത്തുന്നു. അതൊന്നും തന്നെ ഇനി നടക്കില്ല. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു ഉറപ്പ് പ്രതിപക്ഷ നേതാവ് നൽകുന്നു. പറയൂ ശ്രീകാന്ത്. സ്മിത, അല്പസമയം മുമ്പാണ് നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം ഈ ആശാ വർക്കർമാർ നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് എത്തിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF MLA-മാർ എല്ലാവരും ഈ നിരാഹാര പന്തലിലേക്ക് എത്തി. ആശാ വർക്കർമാർക്ക് അവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് ആശാ വർക്കർമാരുടെ ആവശ്യം അത് അംഗീകരിച്ച് നൽകണം എന്നുള്ളതാണ്. സർക്കാർ അനുകൂലമായ തീരുമാനമെടുക്കുന്ന പക്ഷം അതിനെ അഭിനന്ദിച്ച് പ്രശംസിച്ച് രംഗത്ത് വരാൻ പോകുന്നത് പ്രതിപക്ഷമായിരിക്കും എന്ന് പറയുകയും ചെയ്തു. ഏത് സാഹചര്യത്തിലും ആശാ വർക്കർമാരുടെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പും അദ്ദേഹം നൽകി. ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവർ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രതിപക്ഷത്തു നിന്നും കിട്ടുന്ന ഈ ഒരു ഉറപ്പ്, പിന്തുണ അവരെ സംബന്ധിച്ച് വളരെ വലുതാണ്. അവർക്കത് നൽകുന്ന ഊർജം ഒട്ടും തന്നെ ചെറുതല്ല. അതേസമയം തന്നെ അവരുന്നയിച്ച ഒരാവശ്യവും ഈ 39-ാം ദിവസവും അവർക്ക് പൂർണ്ണമായും കിട്ടിയിട്ടില്ല. അവരിപ്പോഴും സമരം തുടരുക തന്നെയാണ്. ഇന്ന് ഡൽഹിയിൽ JP നദ്ദയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല എന്നുള്ളതാണ് വീണ ജോർജ് ആരോഗ്യമന്ത്രി പറയുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടത്തുമെന്നും അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും ആശാ വർക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രസ്താവനാ യുദ്ധം നിർത്തി തങ്ങൾക്ക് ആവശ്യമായത്, തങ്ങൾ ആവശ്യപ്പെടുന്ന ആനുകൂല്യം തങ്ങൾക്ക് നൽകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അതിന് പരിഹാരമില്ല. മഴയും വെയിലുമേറ്റ് ആശാ വർക്കർമാർ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് നടയിൽ തന്നെ തുടരുകയാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.